തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യസ്ഥിതി മാറ്റമില്ലാതെ തുടരുകയാണ്. ഡയാലിസിസ് തുടരുന്നുണ്ടെന്നും ആന്റിബയോട്ടിക്കുകൾ നൽകുന്നുണ്ടെന്നും ആശുപത്രി അധികൃതർ അറിയിച്ചു. റീനു ശ്രീധർ വിവരങ്ങൾ മാറ്റുന്നു. ശ്രീധർ, ഏറ്റവും ഒടുവിൽ വന്ന മെഡിക്കൽ ബുള്ളറ്റിനും അങ്ങനെ വലിയ കാര്യമായി വിശദമായി പറയുന്ന മെഡിക്കൽ ബുള്ളറ്റിനല്ല, മരുന്നുകളോട് പ്രതികരിക്കലടക്കം നേരത്തെ ഉണ്ടായ 1-2 ദിവസം മുൻപുണ്ടായിരുന്ന ആരോഗ്യനിലയിലെ പുരോഗതി അങ്ങനെ തുടരുന്നുണ്ടോ റീനു? ഹാഷ്മി, 2 ആഴ്ചയാകുന്നു മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായിട്ടുള്ള VS അച്യുതാനന്ദനെ ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരം പട്ടം SUT ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വിധേയമാക്കിയിട്ട് അതീവ ഗുരുതരാവസ്ഥയായിരുന്നു ആദ്യഘട്ടമെങ്കിൽ പിന്നീട് നിലയിൽ വലിയ പുരോഗതി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ വലിയ മാറ്റമില്ലാതെ തുടരുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരമൊരു അറിയിപ്പാണ് ആശുപത്രി അധികൃതരിൽ നിന്ന് ലഭിക്കുന്നത്. വെന്റിലേറ്ററിൽ തന്നെ തുടരുകയാണ്, ആന്റിബയോട്ടിക്കുകളൊക്കെ തന്നെ നൽകുന്നു. വെന്റിലേറ്ററിൽ തുടരുന്നുണ്ടെങ്കിലും ഇന്നലെ കുറച്ച് സമയം സ്വന്തമായി ശ്വാസമെടുത്തു എന്നുള്ള ആശ്വാസകരമായിട്ടുള്ള ചില വിവരങ്ങളും ആശുപത്രി അധികൃതർ പങ്കുവെക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും പുതുതായി നൽകാൻ കഴിയുന്ന വിവരം. എന്തായാലും ഈ സർക്കാർ നിർദ്ദേശിച്ച അല്ലെങ്കിൽ നിയോഗിച്ച വിദഗ്ധ സംഘമുണ്ട്, മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരടങ്ങുന്ന സംഘം. ആ സംഘത്തിൻ്റെ കൂടി കൃത്യമായിട്ടുള്ള ഒരു നിർദ്ദേശത്തെ തുടർന്നാണ് ഇപ്പോൾ ചികിത്സ മുന്നോട്ട് പോകുന്നത്. പക്ഷേ വലിയ മാറ്റം ആരോഗ്യസ്ഥിതിയിലില്ല എന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും എന്നുള്ളതും ഏറ്റവും നിർണായകമായിട്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവിന് വേണ്ടി നിരവധി പേർ കാത്തു നിൽക്കുന്നുണ്ട്. തിരിച്ചു വരുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകനും കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പങ്കുവെച്ചത്. ഹാഷ്മി, ഓക്കെ. റീനു ശ്രീധറാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരുപക്ഷെ ആദ്യം ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നൊക്കെ മാറി നല്ല രീതിയിലുള്ള പുരോഗതി VSന്റെ ആരോഗ്യനിലയിൽ ഉണ്ടായതാണ്. ആ പുരോഗതി തുടരട്ടെ എന്നാഗ്രഹിക്കുകയാണ്.